സാറേ തൊപ്പി ഒന്നും എടുക്കണം. ആ ഇപ്പം ഗൂർക്കെ പോലെയുണ്ട്. ആ ഇപ്പൊ ഇൻസ്പെക്ടർ മാതിരിയുണ്ട്. ഇനി ഈ രണ്ടിൽ ഏതാണ് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇദ്ദേഹം രാജരാജവർമ്മ, ജയന്റെയും അജയന്റെയും അച്ഛൻ. ഓഹോ, തന്റെ ഇളയ മകൻ അജയൻ ഇദ്ദേഹത്തിന്റെ മകളെയും അടിച്ചുകൊണ്ട് ഒളിച്ചോടി പോയി. എങ്ങോട്ട്? എങ്ങോട്ടെന്നറിയാമെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ലല്ലോ. സാറേ സാറിന് തെറ്റിപ്പോയതാ. അവൻ അങ്ങനെ ഒളിച്ചോടി പോകുന്ന സ്വഭാവമൊന്നും ഇല്ല. പിന്നെ എവിടെ പോയി? ബോംബ്, ഫുട്ബോൾ. വരട്ടെന്തറിയോ, എനിക്ക് ഈ പ്രഷർ ഇങ്ങനെ കയറും. പ്രഷറുള്ളതാണ് ഈ പ്രഷർ ഇങ്ങനെ കയറി കളയുന്നോട്ട്. അതെ മദ്രാശി വരെ പോയതാ. ഒരുത്തം പറയുന്നു ബോംബെ പോയെന്ന്, ഒരുത്തം പറയുന്നു മദ്രാസിൽ പോയെന്ന്. ഇതെന്താ പിള്ളേർ കളിയോ? അല്ല ഈ ബോംബെ വഴി മദ്രാശി പോവും. സാധാരണ എല്ലാവരും മദ്രാസിൽ നിന്നാണല്ലോ ബോംബെക്ക് പോകുന്നത്. അതെ, മദ്രാശി വഴി ബോംബെ പോകുന്നവരുണ്ട്, ബോംബെ വഴി മദ്രാശി പോകുന്നുണ്ട്. ഇത് കഴിഞ്ഞ ആഴ്ച വൺ മിസ്റ്റർ ഗോവിന്ദൻ എന്ന് എന്റെ ഫ്രണ്ട് അങ്ങനെ പോയത്. ഓരോരു ശീലല്ലേ. ഇതിലെന്തോ ചതിയുണ്ട്. പരസ്പര വിരുദ്ധമായ ഉത്തരങ്ങൾ അത് കൂടുതൽ വ്യക്തമാക്കുന്നു. രണ്ടെണ്ണത്തിനെ ഞാൻ കസ്റ്റഡിയിലെടുത്ത് കുസ്തി ചെയ്യും. ഇടിച്ചതിനെ ഞാൻ പിഴിയും. കേരള വണ്ടിയിൽ വേണ്ട. അജയൻ ചേട്ടനെ ഞാൻ കാണിച്ചു തരാം. ഇനി ഒരേ ഒരു നിമിഷം മാത്രം. എനിക്കൊരു നിമിഷവും വേണ്ട. ഓഹോ, അപ്പൊ ഇത്രയും കാലം താൻ ഇരട്ട വേഷം കെട്ടി എന്നെ പറ്റിക്കുകയായിരുന്നു അല്ലേ? സാർ യഥാർത്ഥത്തിൽ സംഭവിച്ചത് ആ മാറാട്ട കുറ്റത്തിന് തന്നെ ഞാൻ കസ്റ്റഡിയിലെടുക്കുന്നു. സാർ എന്റെ ഈ മീശ വർമ്മ, ഇതിലെന്തോ വലിയ ചതിയുണ്ട്, ഗൂഢാലോചനയുണ്ട്. നിങ്ങളുടെ മകളെ തട്ടിക്കൊണ്ടുപോയി ഒരു വൻ തുക കരസ്ഥമാക്കാനുള്ള ഈ ശ്രമത്തെ മിന്നൽ പരമശിവൻ തകർക്കും. ജയൻ? ഞാനാണ് സർ ജയൻ. അപ്പോ അജയനോ? അജയനാണ് സർ ഞാൻ. അപ്പോ ജയന്റെ അച്ഛനാരാ? എന്റെ അച്ഛനാണ് ഇദ്ദേഹം. അജയന്റെ അച്ഛനോ? അല്ല സാർ, ആദ്യം ചിറ്റപ്പനായിരുന്നു. ചിറ്റപ്പൻ നമ്മളെ സെർച്ച് ചെയ്യൂ. കുളിമുറി, പൂജാമുറി ഒന്നും ഇടണ്ട, എല്ലാം നോക്കൂ. എടോ സത്യം പറയണം, ആരാണ് ഈ ബാലു? എന്റെ അനിയനാണ്. അവനെവിടെ? അവനോടില്ല. ആട്ടെ, ബാലുവും കാവേരിയും തമ്മിൽ പ്രേമത്തിലായിരുന്നോ? അല്ല. അപ്പോ നിങ്ങളുടെ മകൾ കാവേരി ആരെങ്കിലും വിളിക്കാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു കൂടെ ഇറങ്ങി പോകാൻ? ഞാൻ അങ്ങനൊന്നും അല്ല എന്റെ മോളെ വളർത്തിയത്. ഞങ്ങളെ അവമാനിക്കാൻ വേണ്ടി ശശിയും പാർവതിയും കൂടി ചെയ്തു വെച്ച വേലയായത്. ശശിയും പാർവതിയോ? ശിവനും പാർവതിയല്ലേ? പെൺകുട്ടികളെ നേരെ ചൊവ്വേ വളർത്താൻ അറിയില്ലെങ്കിൽ അതിന് മറ്റുള്ളവരെ കുറ്റം പറയരുത്. ഞങ്ങളുടെ ബാലുവിനെ ഞങ്ങൾക്കറിയാം. തന്റെ അനിയനിലെ ബാലു, അവന്റെ സദാചാര ബോധം എത്രത്തോളം ഉണ്ടാവും എനിക്കറിയാം. സദാചാരം പഠിപ്പിക്കാൻ ഇങ്ങോട്ട് വരണ്ട, അത് സ്വന്തം ഭാര്യയ്ക്ക് പറഞ്ഞു കൊടുത്താൽ മതി. എന്തെങ്കിലും പറയാനുണ്ടെങ്കിലേ എന്നോട് പറയണം. നീ വലിയ ശീലാവതി ഒന്നും ചമയണ്ട. ഒരു ശീലാവതി. ഭാര്യയോട് മര്യാദയ്ക്ക് വർത്തമാനം പറയണം. മര്യാദയ്ക്ക് വർത്തമാനം പറഞ്ഞാൽ ഇന്നലെ കിട്ടുമല്ലോ, ഇന്നും കിട്ടും. എന്റെ പൊന്നു വക്കീൽ സാറെ, ഒരു ജാമ്യം അനുവദിച്ചു തന്നല്ലേ ഞാൻ അങ്ങോട്ട് ഇറങ്ങി പോയിക്കോളാം. ഞാൻ അവിടെ ഒരുത്തിന്റെ പകുതി ചൊരച്ച് വെച്ചിട്ട് ഇങ്ങോട്ട് വന്ന്, മനസ്സിലായോ? ഒറ്റയെണ്ണമാണെങ്കിൽ പോകരുത്. നീതിയും ധർമ്മവും നടത്താൻ ഇവിടെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. എന്റെ ഇത്രയും കാലത്തെ കാക്കി ജീവിതത്തിനിടയ്ക്ക് ഇത്രയും കുഴഞ്ഞു മറിഞ്ഞ ഒരു കേസ് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടേ ഇല്ല. ഡിപ്പാർട്ട്മെന്റിന് നിങ്ങൾ തലവേദന ഉണ്ടാക്കരുത്. കൃത്യനിർവഹണത്തിന് നിങ്ങൾ എന്നെ സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ പോലീസ് തായ്ക്കളെ വരുത്തേണ്ടി വരും. സാറുള്ളപ്പോ അതിന്റെ ആവശ്യമുണ്ടോ? സാറ് എന്നെ ഒന്ന് ഉത്സാഹിച്ച് പോട്ടെ. അല്ലാതെ എല്ലാവർക്കും കണ്ടുകൂടെ? ആരാണാവോ? CID വേഷം മാറി വന്നു. സത്യം പറ സാറേ, മന്ത്രിയാണോ? അല്ല, കുട്ടമ്പിള്ള. ഏത് കുട്ടമ്പിള്ള? വെറും കുട്ടമ്പിള്ള. ഈ കേസിനെ പറ്റി എനിക്കെന്നറിയാം? പലതും അറിയാം. ഒളിച്ചോടിപ്പോയ കമിതാക്കൾ രണ്ടും ഒരു ഹോട്ടൽ മുറിയിൽ സുരക്ഷിതരായിരിപ്പുണ്ട്. ഏത് ഹോട്ടലിൽ? ഹോട്ടലിന്റെ പേര് പറ, എനിക്ക് ഇപ്പൊ ഒരു അറസ്റ്റ് ചെയ്യണം. അറസ്റ്റ് കൊണ്ട് ഇനിയിപ്പോ ഒരു കാര്യവുമില്ല. അവർ മധുവിധ രാത്രി പിന്നിട്ട് കഴിഞ്ഞു. കുട്ടമ്പിള്ളേ, ഉരുമ്പുണ്ടോടെ? നിങ്ങൾ രണ്ടു കൂട്ടരും ഇനി വിഷമിക്കേണ്ട ഒരു കാര്യവുമില്ല.
കാവേരി അവൾക്ക് അനുയോജ്യനായ വരനെ തെരഞ്ഞെടുത്തു. അത് മറ്റാരുമല്ല, എന്റെ മകൻ വിദ്യാധരൻ. അയ്യോ എന്റെ ഈശ്വരാ. അതിന് വെച്ച വെള്ളം അങ്ങ് വാങ്ങിച്ചാ മതി. അല്ലെങ്കിൽ നാളത്തെ മഞ്ഞ പത്രങ്ങൾ വർമ്മയുടെ കുടുംബത്തിന്റെ മാനം കുളം തോണ്ടും. അയ്യോ ഒരു പെൺകുട്ടിയുടെ ജീവിതം തകരും. ആത്മഹത്യക്ക് നിങ്ങൾ ഉത്തരവാദികളാകേണ്ടി വരും. എല്ലാ തയ്യാറെടുപ്പും കൂടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. മാലയ്ക്ക് മാല, താലിക്ക് താലി, പുടവയ്ക്ക് പുടവ, എല്ലാം റെഡി. ഈ കേസുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഞാൻ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. പോയി ജീപ്പിൽ കയറോ. എല്ലാവരും ജീപ്പിൽ കയറും. താൻ ആദ്യം കയറോ. വരും പോ. വരും. പോ. എന്റെ മോനെ കാലമാടം കൊണ്ടുപോയി പോ. ഞാൻ എന്ത് ചെയ്യും? ആ. ആ, ഞാൻ പറഞ്ഞു. താൻ എന്താ ഡിപ്പാർട്ട്മെന്റിന്റെ അളിയനോ? പോയി കയറോ. വിദ്യാധരന്റെ റൂം ഏതാ? 27. കൂടെ ഒരു പെണ്ണുണ്ടോ ചോദിക്കും സാറേ. Shut up. കൂടെ ഒരു പെണ്ണുണ്ടോ? ഉണ്ട്. Shut up. വെള്ളം. സാർ 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 ഇതാ സാർ 27. 27 കണ്ടാൽ എനിക്ക് അറിഞ്ഞൂടാ 27 ആണെന്ന്. Shut up. 27 തന്നെടാ. അതെ 27. വിദ്യാധരനോടാ. ആരാ? എന്റെ തന്ത. എടാ അച്ഛൻ തന്നെയാ. വാതിൽ തുറക്കുക. എല്ലാം ശരിയായി. എന്റെ തന്ത മരിച്ചുപോയി. ആ, എന്നാ അയാളുടെ പ്രേതം. ഛെ, തുറക്കടാ. എടാ, ഇത് ഡിപ്പാർട്ട്മെന്റ് ആണെടാ. പോലീസ് ഡിപ്പാർട്ട്മെന്റ്. തുറക്കടാ. എടാ, തുറക്കാനാണ് പറഞ്ഞത്. എടാ, തുറക്കടാ. Shut up. മോനെ വിദ്യാധര. പോയി. മോനെ എവിടെ? എടാ, ഇറങ്ങി വാ. എടാ, മിന്നൽ പരമിച്ചവനെയാണ് നീ കടിച്ചിരിക്കുന്നത്. Shut up. അവൻ പുറത്തേക്ക് കയറി. അങ്ങോട്ട് പോ. ഓടിക്കോ. വരാണ്ട് ബലസുന്നോ? എന്താ കടുവാകളി ഉണ്ടോ? ഇല്ല. സാറേ വേറെ മറ്റാണ്. അല്ലേ കുറച്ച് ദിവസം ഓരോരുത്തരുടെ മക്കള് വെമ്പിള്ളേരെ തട്ടിക്കൊണ്ടു വന്നിട്ട് ബാക്കിയുള്ളതിന്റെ ഗതികേട്. എന്റെ കൈക്ക് സ്വാധീനമുള്ള കോലാണെങ്കിൽ പിടി 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 പിടി. മോനെ അച്ഛൻ വരുന്നുണ്ടാ. മോനെ മോനെ എവിടെ? ഓടിക്കോ ഓടിക്കോ ഓടിക്കോ. എവിടെ കിട്ടാൻ? അവൻ കായംകുളം കൊച്ചുണ്ണി കരിവെച്ച മോനല്ലോ. വരെയുള്ള ഒരു പച്ച ഷർട്ടുകാരൻ, മീശയുണ്ട്, കണ്ടാ മുണ്ടൻ. കാണുകയാണെങ്കിൽ എന്നെ അറിയിക്കും. വിളിച്ചാ മതി. ആ
അല്ലേ സമ്മതിച്ചേ എടാ, ഒരു ഗ്ലാസ് വെള്ളം. നീ എന്റെ കയ്യെ കടിച്ചിട്ട് ഓടി അല്ലേടാ? വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് കടിച്ചു പോയ എവിടാ ആ പെണ്ണ്? അയ്യോ എന്ത് പെണ്ണ ഇത് പെണ്ണ ആരെ പെണ്ണ്? നീ തട്ടിക്കൊണ്ടുപോയ പെണ്ണെവിടെ? അയ്യോ സാറേ ആ പെണ്ണിനെ ഒന്ന് തട്ടിക്കൊണ്ടുപോയിട്ടില്ലേ. സത്യം പറയടാ, നീയും ആ പെണ്ണും ഇന്നലെ രാത്രി ഒരു മുറിയിലായിരുന്നല്ലേടാ? അയ്യോ സാറേ അയ്യോ. Shut up. അയ്യോ ദാ മാലക്കള്ള. ഇതല്ലേ നിങ്ങളുടെ മകൻ വിദ്യാധരൻ? എന്റെ മോനോ? പിന്നെ എന്റെ മോനും. ഈ പിശാച് എനിക്കറിയില്ല. പിശാചോ? എനിക്ക് കണ്ടപ്പോഴേ തോന്നി. താൻ എന്താണോ പിശാചിന്റെ പുറകെ ഓടിയത്? ഇത് കല്യാണമാലയാ. ഞാൻ ഈ മാലയ്ക്ക് വേണ്ടി ഓടിയേ. അപ്പൊ തന്റെ മകനോ? അതാ ഞാൻ ചോദിക്കണേ. എവിടാ? ആ, ഇറങ്ങ്. മോന്റെ പേര് വിദ്യാധരൻ എന്നാണോ? ഒരു ചവിട്ട് വെച്ചല്ലോ ചേട്ടാ ചേട്ടാ ഒരു സഹോദരി ഇവിടെ എവിടെയോ കാണുന്നു. നീ സ്നേഹിത നീ എന്നോട് ഇങ്ങനെ ചെയ്താലോ? പിടിക്കാൻ തന്നെ എന്റെ മോൾ എവിടെ? പേടിക്കണ്ട, വധുവിനെ കാണിച്ചു കൊടുക്ക്. വധു മുറിയിലുണ്ട്. ഏത് മുറി? വാ ഒന്ന് കളിച്ചാ. നിങ്ങളെല്ലാം കൂടെ ഒന്ന് സഹായിക്കണം. ഓടിക്കളയും. ഇറങ്ങി വാ. ഇറങ്ങി മാറി. എടീ, നീയും കൂടെ ചേർന്നാ ഇത് ചെയ്തു വെച്ചതല്ലേ? ജോലിക്കാരിയെ കൊണ്ട് വളരെ ബുദ്ധിയായി പോയി മോനെ. കാവേരിക്ക് ഒരു കൂട്ടായല്ലോ. അപ്പോ ഇതല്ലേ യഥാർത്ഥ തൊണ്ടി? മകളല്ലേ? ഇത് ഞങ്ങളുടെ വീട്ടിൽ ജോലി ചെയ്യുന്ന പെണ്ണ. അതാ ചോദിച്ചത്, മകളല്ലേ? മോനെ കാവേരി വിളിക്ക്. എന്റെ കൂടെ ഇറങ്ങി പോരാൻ ധൈര്യം കാണിച്ചത് ഈ നിൽക്കുന്ന ഗോമതിയാണ് അച്ഛാ. എന്റെ ദൈവമേ, ഞാനിപ്പോ വീഴും. ഒന്ന് പിടിക്കേ. ആരും പിടിക്കരുത്. കാവേരി ഇവിടെ തന്നെയുണ്ട്. ദാ ഈ മനുഷ്യൻ പറഞ്ഞിട്ടാണ് ഞാൻ കാവേരിയെ കല്യാണം കഴിക്കാൻ നടന്നത്. രണ്ട് കുടുംബങ്ങളെയും തമ്മിൽ തെറ്റിച്ചാൽ കാര്യം നടത്തി തരാമെന്ന് ഇയാൾ എന്നോട് പറഞ്ഞു. പക്ഷെ കാവേരി അവൾക്ക് ഇഷ്ടപ്പെട്ടെന്റെ കൂടെ ഇറങ്ങിപ്പോയി. എടാ എന്റെ മോൾ എവിടെ? അപ്പോ ഈ കേസിൽ മൊത്തം എത്ര പ്രതികളുണ്ട്? ശരിയായ പ്രതി ഇപ്പൊ മുങ്ങും. പിടിച്ചോ. ചവിട്ടതിന്റെ എല്ലിയാ ഒഴിക്കും. തമാശ കളിക്കാതെ സാർ. എടാ എന്റെ മോൾ എവിടെയാടാ? അയ്യോ അവരിതാ മുറിയിലുണ്ട്. എന്റെ മോളെ അവിവേകമാണെന്ന് എനിക്കറിയാം. ചേട്ടൻ ക്ഷമിക്കണം, ഞങ്ങൾ അനുഗ്രഹിക്കണം. എനിക്ക് എന്ത് ശിക്ഷ വേണമെങ്കിലും തന്നോളൂ. നല്ല സുന്ദരമായ പൊരുത്തം. ഇനി ഒന്നും ആലോചിക്കാനില്ല. ഇൻസ്പെക്ടർ സാറ് വീട്ടിൽ പോയി കുളിച്ചിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ട് ഇങ്ങോട്ട് വന്നോട്ടെ. കേസ് ചാർജ് ചെയ്യാതെ ഞാൻ ഇവിടുന്ന് ഒരു ഇഞ്ചനങ്ങില്ല. ഇനി ഇവിടെ ഒരു കേസും ഇല്ല. എന്ത് കേസ്? അതങ്ങ് മറ്റേടത്ത് പോയി പറഞ്ഞാൽ മതി. ഇത്രയും നേരം ഇവിടെ കിടന്ന് ഓടിയതും തലയിട്ടടിച്ചതും ചുമ്മാ നേരം പോക്കനായിരുന്നു. ഒരു മഹാഭാവി എന്റെ കയ്യെ പിടിച്ച് കടിക്കുകയും ചെയ്തു. നോ, ഐ ചാർജ് ദി കേസ്. ഞാൻ കേസ് ചാർജ് ചെയ്യും. പറഞ്ഞ സാറേ, കേസ് ചാർജ് ചെയ്യുന്ന പറഞ്ഞ് മനസ്സിലായില്ലേ? ആ സാറിന്റെ ചാർജ് എത്രയാ? ഷടാപ്പ്. നീ അത്രയ്ക്കായോടാ? ഡിപ്പാർട്ട്മെന്റിന്റെ മുഖത്ത് നോക്കി ചാർജ് പറയാറായോടാ? നീ കുറെ നേരമായാലോടാ ചൊറിയാൻ തുടങ്ങിയിട്ട്. മറ്റെല്ലാവരെയും ഞാൻ വിട്ടിരിക്കുന്നു. നിന്നെ മാത്രം അറസ്റ്റ് ചെയ്യുന്നു. മറിയിക്കടാ. ഞാൻ വരാ. പക്ഷേ ഈ കല്യാണം നടക്കട്ടെ. സാറേ, വില്ലന്റെ കയ്യിൽ നിന്ന് മാല വാങ്ങിച്ചിട്ട് ആ ബാലുവിന് കൊടുക്കും. ബാലുവിന്റെയും കാവേരുടെയും കല്യാണം ഞങ്ങൾ ആഘോഷമായിട്ട് പിന്നെ നടത്തിക്കോളാം. എന്താ ഓർമ്മ സാറേ? അതെ. വിളിച്ചേട്ടാ
ആ മാല മോനെ കയ്യിലോട്ട് മാല കേട്ടോ. എടാ മാല ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് വാ. കൊടുക്ക്. ഗോമതി എവിടെ? ഗോമതി. ഗോമതി എവിടെ? എവിടെ പെണ്ണ്? ആ മാല ഇവിടെ. ആ കുറവാ കുറവാ. എന്നെ പോലീസ് സ്റ്റേഷനിൽ കൂട്ടിക്കൊണ്ടൊരു യാതൊരു കാര്യമില്ല. ഈ കഥയിലെ പ്രധാന വില്ലൻ ഇതാ ഈ നിൽക്കുന്ന കുട്ടൻപുള്ളിയാ. സാറിന് കഴിയെങ്കിൽ ഇയാളെ കൂട്ടിക്കൊണ്ടുപോയിട്ട് നല്ലോണം പെരുമാറുക. ഇൻസ്പെക്ടർ സാറേ, ഇന്ന കല്യാണ സമ്മാനമായിട്ടെങ്കിലും ഇയാൾക്ക് 4 ആ വരട്ടെ. കുട്ടമ്പിള്ള ചേട്ടനെ നന്നായിട്ടൊന്ന് സൽക്കരിച്ചാൽ കൊള്ളാമെന്ന് ഞങ്ങൾക്കൊരു ആഗ്രഹം. അതെ ഒരു കൂട്ടം. ഞാൻ നാളെ വന്നാ പോരെ? നടക്കണം സാറേ. ഇങ്ങോട്ടല്ലേ പോവാ? അങ്ങോട്ട് കയറും. അയ്യോ ഞാൻ കുളിച്ചിട്ട് വരാനേ. അയ്യോ അയ്യോ എന്റെ ഉടുതുണി പറക്കല്ലേ. അയ്യോ സാറേ, എസ് ഐ സാറേ, ആ ദാ, കണ്ണാടി, ചെരുപ്പ്, എല്ലാ സാധനങ്ങളും ഉണ്ട്. പ്രതി തനി സ്വരൂപത്തിൽ അകത്തിപ്പുണ്ട്. ഞങ്ങളൊന്ന് വൃത്തിയായിട്ട് കുളിച്ച് വീട്ടിലേക്ക് പോട്ടെ. ഓ. വളരെ ഓ. സാറേ തുണി ഇങ്ങോട്ടാ സാറേ. ആ. നീ വേണോ? അയ്യോ അയ്യോ ഇങ്ങോട്ട് വലിയ വിളിക്കണം.